നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വജൈനൽ ഡിസ്ചാർജസിനെ കുറിച്ചാണ്. സ്ത്രീകൾക്ക് പൊതുവെ പലതരം ഡിസ്ചാർജുകൾ ഉണ്ടാവാറുണ്ട്. പീരീഡ്സ് സ്റ്റാർട്ടായ കുട്ടികൾ, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവർ, അതേപോലെ തന്നെ മെനോപോസിലുള്ള ആളുകൾക്കൊക്കെ പലതരം ഡിസ്ചാർജുകൾ കാണപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ഡിസ്ചാർജുകൾ കാണുമ്പോൾ പലർക്കും ഇത് ഹെൽത്തി ആയിട്ടുള്ള ഡിസ്ചാർജ് ആണോ അതോ ഇത് വേറെ എന്തെങ്കിലും ഡിസ്ചാർജ് ആണോ എന്ന് സംശയം തോന്നാറുണ്ട്. എന്നാൽ അത് വളരെ ഓപ്പണായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാനോ ആരും ശ്രമിക്കാറില്ല. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് ഡിസ്ചാർജസും അത് എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതുമാണ് പറയുന്നത്. അപ്പോൾ യോനി പല തരം ഡിസ്ചാർജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കുന്ന പോലെയാണ്. വെജൈനൽ ഫ്ലൂയിഡ്സ് സാധാരണയായിട്ട് വെജൈനയിലുള്ള ഡെഡ് സെൽസും ഡെബ്രിസും ഒക്കെ പുറത്ത് കളയാനും വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഒരു ദ്രാവകമാണ്. ഈ ഫ്ലൂയിഡ് ഡിസ്ചാർജ് വഴി അത് വെജൈനയെ ക്ലീൻ ആക്കുകയും ഹെൽത്തി ആയി സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡിസ്ചാർജിലെ കളറ്, സ്മെല്ല്, കൺസിസ്റ്റൻസി, അതുപോലെ എമൗണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അത് അസുഖമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖത്തിനെ സിംറ്റമൈസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളതാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതിലെന്തെങ്കിലും ഒരു പ്രശ്നം കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു വെജൈനൽ ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും? നമ്മുടെ വെജൈന ഹെൽത്തി ആണ് എന്ന് മനസ്സിലാക്കാനുള്ളതാണ് നോർമൽ ആയിട്ടുള്ള ഒരു വെജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആയിരിക്കും. അതിനൊരു കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു സ്മെല്ലോ വേറെ ഒന്നും കാണത്തില്ല. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആയിരിക്കും. എന്നാൽ ഇതിന്റെ അളവ് പല സമയങ്ങളിലും ആയിട്ട് വ്യത്യാസം വരാറുണ്ട്. അങ്ങനെ വ്യത്യാസം വരുന്നതും ചില സമയങ്ങളിൽ നോർമലാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്സ് ചെയ്യുന്ന സമയത്ത്, എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ സെക്ഷൽ ഡിസയർ വരുന്ന സമയത്ത്, ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഈ ഫ്ലൂയിഡ് കുറച്ച് കൂടുതലായിട്ട് യൂസ് ഔട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലൂയിഡിന്റെ കട്ടി കൂടുക, വെള്ള കളറിൽ കട്ടി കൂടിയിട്ട് വരിക, അത് ഹോർമോണൽ ചേഞ്ചസ്, അതുപോലെ തന്നെ പീരീഡ്സ് അടുക്കുമ്പോൾ, പീരീഡ്സ് തീരുമ്പോൾ ഇങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ചും വ്യത്യാസം വരാറുണ്ട്. അതും നോർമലാണ്. അതുപോലെ തന്നെ ഓവുലേഷൻ്റെ സമയം ഒക്കെ ആവുമ്പം ചില ആൾക്കാർക്ക് നല്ല വൈറ്റ് ആയിട്ട് തിക്കായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഒക്കെ കാണിക്കാറുണ്ട്. അത് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജും ആവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജസിന്റെ ലക്ഷണങ്ങൾ. ഇനി ക്രീമി വൈറ്റ് കളറായിട്ടുള്ള ഡിസ്ചാർജ്. ഈ വൈറ്റ് കളർ ഡിസ്ചാർജ് തന്നെ, പക്ഷെ അതൊരു കുറച്ചും കൂടി ക്രീമി സ്ട്രക്ചർ ആയിരിക്കും, കുറച്ചും കൂടി കട്ടി കൂടിയ ഒരു ടൈപ്പ് ഡിസ്ചാർജ്. ഇതും ഹെൽത്തി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ വളരെ കട്ടിയായിട്ട് ഈ കോട്ടേജ് ചീസിന്റെ ഒക്കെ പോലെ ഭയങ്കര കട്ടിയായിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റ് ഇൻഫെക്ഷൻ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ഗ്രേ കളർ ഡിസ്ചാർജ്. ഇത് ബാക്ടീരിയൽ വെജൈനോസിസിൽ കാണപ്പെടുന്ന ഡിസ്ചാർജ് ആണ്. ബാക്ടീരിയയുടെ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ് ഈ ഗ്രേ കളർ ഡിസ്ചാർജ്. സാധാരണയായിട്ട് വെജൈനയിൽ ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസ് വെജൈന ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. എന്നാൽ ഈ ബാക്ടീരിയൽ ഇംബാലൻസ് വരുന്ന സമയത്ത് വരുന്ന ഡിസ്ചാർജ് ആണ് ഗ്രേ കളർ ഡിസ്ചാർജ്. അടുത്തത് യെല്ലോ കളർ ഡിസ്ചാർജ് ആണ്. വളരെ ലൈറ്റ് പെയിൽ യെല്ലോ കളർ ആയിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ അത് ലൂബ്രിക്കേഷന്റെ ഡിസ്ചാർജ് ആയിട്ട് കണക്കാക്കാം. സെക്സ് ചെയ്യുന്ന സമയത്ത് വരുന്ന ലൂബ്രിക്കേഷൻ ഹെൽത്തി ലൂബ്രിക്കേഷന്റെ അടയാളമായിട്ട് കണക്കാക്കാം. എന്നാൽ ഡാർക്ക് യെല്ലോ കളേർഡ് ഡിസ്ചാർജ് ആണെങ്കിൽ അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽപ്പെട്ട അസുഖങ്ങൾ ഉള്ളത് കൊണ്ടാണ് വരുന്നത്. ക്ലമീഡിയ, ഗൊണോറിയ, ട്രക്കോമോണസ് പോലെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കാരണമാണ് ഡാർക്ക് യെല്ലോ കളേർഡ് ഡിസ്ചാർജ് വരുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി ഗ്രീൻ കളർ ഡിസ്ചാർജ്. ഗ്രീൻ കളർ ഡിസ്ചാർജ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഗൊനോറിയ പോലെയുള്ള കണ്ടീഷന്, അതുപോലെ തന്നെ ബാക്ടീരിയൽ വെജൈനോസിസ് ഒക്കെ വളരെ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലാണ് ഗ്രീൻ കളർ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളർ കണ്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കണം എന്നാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത് പിങ്ക് കളർ ഡിസ്ചാർജിനെ കുറിച്ചാണ്. പിങ്ക് കളർ ഡിസ്ചാർജ് സാധാരണയായിട്ട് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പീരീഡ്സ് കഴിയുന്ന സമയത്തൊക്കെയാണ് കാണിക്കാറ്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ
ചെറുതായിട്ട് ഒരു പിങ്ക് ഡിസ്ചാർജ് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ സെക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ ടിയറൊക്കെ വരുന്ന സമയത്ത്, ചെറിയ പൊട്ടലൊക്കെ വരുന്ന സമയത്തും ഇതുപോലെയുള്ള പിങ്ക് ഡിസ്ചാർജ് കാണിക്കാറുണ്ട്. അപ്പോൾ പിങ്ക് ഡിസ്ചാർജ് പൊതുവെ നോർമലായിട്ട് വരുന്ന ഡിസ്ചാർജുകളാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് റെഡ് ഡിസ്ചാർജിനെ കുറിച്ചാണ്. ചുവന്ന കളറുള്ള ഡിസ്ചാർജിനെ കുറിച്ച്. ചുവന്ന കളറുള്ള ഡിസ്ചാർജ് പീരിയഡ്സിൽ നോർമലായിട്ട് വരുന്ന ഡിസ്ചാർജാണ്. പീരിയഡ്സ് ബ്ലീഡിങ്ങിൽ വരുന്ന ഡിസ്ചാർജിന്റെ കളറ് ബ്രൈറ്റ് റെഡ് കളർ തൊട്ട് ഡാർക്ക് റെഡ്, ഡസ്റ്റി ബ്രൗൺ കളർ വരെയുള്ളൊക്കെ കളറിൽ പീരിയഡ്സിന്റെ ബ്ലീഡിങ് വരാം. അതൊക്കെ നോർമൽ ആയിട്ടുള്ളതാണ്. ഈ റെഡ് ഡിസ്ചാർജ്, അതായത് റെഡ് കളറിലുള്ള ഡിസ്ചാർജ് ഒരു പീരിയഡ്സ് കഴിഞ്ഞ് അടുത്ത പീരിയഡ്സിന്റെ ഇടയിലായിട്ട് വരികയാണെങ്കിൽ അത് അബ്നോർമലാണ്. അത് ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അബോർഷൻ ആവാനും വേണ്ടിയിട്ട് സിഗ്നലായിട്ട് കാണിക്കുന്ന ഒന്നാണ് റെഡ് ഡിസ്ചാർജ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ബ്രൗൺ ഡിസ്ചാർജിനെ കുറിച്ചാണ്. പീരിയഡ്സിന്റെ എൻഡിലൊക്കെ സാധാരണയായിട്ട് ബ്രൗൺ ഡിസ്ചാർജ് ഒക്കെ ചില ആൾക്കാർക്കൊക്കെ കാണിക്കാറുണ്ട്. അത് നോർമലും ആണ്. എന്നാൽ പീരിയഡ്സ് കഴിഞ്ഞിട്ട് അടുത്ത പീരിയഡ്സിന്റെ ഇടയിലൊക്കെ ആയിട്ട് ബ്രൗൺ ഡിസ്ചാർജ് കാണിക്കുകയാണെങ്കിൽ അത് ഇൻഫെക്ഷൻ സിഗ്നിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അതിന് അർത്ഥം. എൻഡോമെട്രിയോസിസിലൊക്കെ ചോക്ലേറ്റ് ബ്രൗൺ കളറിൽ ഒരു ഡിസ്ചാർജ് വരാറുണ്ട്. അത് ചോക്ലേറ്റ് സിസ്റ്റ് പോലെ സിസ്റ്റ് ഉണ്ടായിട്ട് അതിൽ ഈ ഫ്ലൂയിഡ് നിറഞ്ഞു നിന്നിട്ട് അത് പൊട്ടിയിട്ട് വരുന്നതാണ്. അപ്പം അങ്ങനെ ചോക്ലേറ്റ് കളർ സിസ്റ്റ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ അത് എൻഡോമെട്രിയോസ് ആണെന്ന് മനസ്സിലാക്കുക. അത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുക. ഇനി ബ്ലാക്ക് കളർ ഡിസ്ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണയായിട്ട് ഓൾഡ് പീരിയഡ് ബ്ലഡ്, അതായത് പീരിയഡ്സ് ആവാൻ നേരം വഴുകുമ്പോഴൊക്കെ അവിടെ കെട്ടിക്കിടക്കുന്ന ബ്ലഡിന് വരുന്ന ഒരു കളർ വ്യത്യാസം കൊണ്ടാണ് ബ്ലാക്ക് കളർ ഡിസ്ചാർജ് വരുന്നത്. അപ്പം അതിൻ്റെ മെഡിക്കൽ വശം അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കുറയുന്നതിനനുസരിച്ച് ഈ ബ്ലഡ് ഓക്സിജൻ ആയിട്ടുള്ള കോണ്ടാക്ട് കൂടുകയും അപ്പോൾ കൂടുതൽ ടൈം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ആയതുകൊണ്ട് തന്നെ അതിന് ബ്ലാക്ക് കളറ് വരുന്നു. വേറെ ബ്ലാക്ക് ഡിസ്ചാർജിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പേൺ, അതായത് ഉള്ളിലേക്ക് നമ്മൾ പാഡ് പോലെ ഉള്ളിലേക്ക് വെക്കുന്നത്, പീരിയഡ്സിന് വെക്കുന്ന സാധനമാണ് ടെമ്പേൺ. അത് വെച്ചിട്ട് എടുക്കാൻ മറക്കുന്നത്, അത് മിസ്കാരേജ്, അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിലൊക്കെയാണ് ഈ ബ്ലാക്ക് കളേർഡ് ഡിസ്ചാർജ് കാണിക്കുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് വാട്ടറി ഡിസ്ചാർജ് ആണ്. വെള്ളം പോലെയുള്ള ഡിസ്ചാർജ്. അത് നോർമലാണ്. ഓവുലേഷൻ ടൈമിൽ, അതുപോലെ തന്നെ സെക്സ് ചെയ്യാൻ തോന്നുമ്പോൾ, സെക്ഷൽ ഡിസയർ വരുന്ന സമയത്ത് ഒക്കെ വരുന്നതാണ് ഈ വൈറ്റ് കളേർഡ് വാട്ടറി ഡിസ്ചാർജ്. ഇങ്ങനെ പ്രത്യേക സിറ്റുവേഷൻസിലല്ലാതെ വളരെ കൂടുതലായിട്ട് നമുക്ക് ഇതുപോലെ വാട്ടറി ഡിസ്ചാർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ലുക്കോറിയ പോലെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഡോക്ടറായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ക്ലംസി ഡിസ്ചാർജ്, അതായത് കുറച്ച് കട്ടിയായിട്ട് ഒരു പേസ്റ്റ് ഒക്കെ പോലെ വരുന്ന ഒരു ഡിസ്ചാർജ്. ഇത് സാധാരണയായിട്ട് ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ കൊണ്ടാണ് വരുന്നത്.